നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ മതമാണ് ക്രിസ്തുമതം. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അതിവേഗത്തിൽ വളരുന്ന മതമാണ് ഇസ്ലാം മതം. മതങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും അവസാനം ഉണ്ടായ മതമാണ് ഇസ്ലാം മതം. എന്നിട്ടും ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ താമസിക്കാതെ തന്നെ ഇസ്ലാം മതം ലോകത്തിലെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഹായ് ഹലോ, ഞാൻ അഭിലാഷ്. വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അബി. ഇസ്ലാം മതം ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ വളരുന്നത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇന്ത്യയിലുമാണ്. ഇന്ത്യയിൽ കേരളത്തിൽ വളരെ വലിയ രീതിയിലാണ് ഇസ്ലാം മതം വളർന്നുകൊണ്ടിരിക്കുന്നത്. 91-ൽ കേരളത്തിലാകെ 68 ലക്ഷം മുസ്ലിങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2001-ലെത്തുമ്പോൾ അത് 88 ലക്ഷമായി മാറി. 2025-ലെത്തിയപ്പോൾ അത് ഏതാണ്ട് 1 കോടിക്ക് അടുത്ത് എത്തി നിൽക്കുന്നു. കേരളത്തിലെ ആകെ ജനസംഖ്യ ഏതാണ്ട് 3.5 കോടിയാണ്. അതിൽ ഏതാണ്ട് 1 കോടിക്കടുത്ത് ഇസ്ലാം മതവിശ്വാസികൾ കേരളത്തിൽ എത്തിയിരിക്കുന്നു എന്ന് അർത്ഥം. കേരളത്തിൽ വലിയ വളർച്ചയാണ് ഇസ്ലാം മതത്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ അത്തരമൊരു വളർച്ച കാണുന്നുമില്ല. ക്രിസ്ത്യൻ വിഭാഗത്തിൽ വളർച്ച ഇല്ല എന്ന് മാത്രമല്ല, കുറവ് സംഭവിക്കുന്നു എന്നും കാണുവാൻ കഴിയുന്നു. 2025-ൽ ഹിന്ദുക്കൾ 52%മാണുള്ളത്. മുസ്ലിം ജനവിഭാഗം 28.30%-മായി വളർന്നു. ക്രിസ്തുമതത്തിൽ അത് 17%-മായി നിലനിൽക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യ കുറയുന്നു എന്ന് തന്നെയാണ്. മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടായ മാറ്റം അത് നമ്മുടെ രാഷ്ട്രീയ രംഗത്തും കാണുവാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടി വളരെ വലിയ രീതിയിൽ വിജയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മുസ്ലിങ്ങൾ കൂടുതലും മുസ്ലിം ലീഗിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ റിസൾട്ട് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഒരു വിഭാഗം ഹിന്ദുക്കൾ BJPയും സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ മതങ്ങളിലുണ്ടാവുന്ന ജനസംഖ്യ മാറ്റം അത് കേരളത്തിലെ സമൂഹത്തെയും രാഷ്ട്രീയത്തെയും ബിസിനസ്സിനെയും ഒക്കെ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ വളരെ വലിയ രീതിയിൽ ഇടപെട്ടിരുന്ന ഒരു മതസംഘടനയാണ് ക്രിസ്തീയ മതസംഘടനകൾ. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാവണമെന്ന് പോലും തീരുമാനിക്കുന്നത് ക്രിസ്തീയ മത മേലധീശന്മാരായിരുന്നു. പ്രധാനപ്പെട്ട മന്ത്രിമാരെ വരെ തിരഞ്ഞെടുക്കുവാൻ അവർക്കതിനുള്ള കഴിവുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല മലപ്പുറം ജില്ലയാണ്. 50 ലക്ഷമാണ് അവിടുത്തെ പോപ്പുലേഷൻ. അതിലേതാണ്ട് 30 ലക്ഷത്തോളം മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. മുസ്ലിം മതവിഭാഗത്തിലെ കുടുംബങ്ങളിൽ ജനനനിരക്ക് കൂടുതലും മറ്റു മതവിഭാഗങ്ങളിൽ ജനനനിരക്ക് കുറവും ആയിട്ടാണ് കാണുവാൻ കഴിയുന്നത്. ഈ വളർച്ച കാണുമ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മതവിഭാഗമായ ഹിന്ദുമതത്തെ പോലും വളരെ താമസിക്കാതെ ഇസ്ലാം മതം പിന്തള്ളി 1-ാം സ്ഥാനത്തെത്തും എന്നാണ് കാണുവാൻ കഴിയുന്നത്. ക്രിസ്തു മതത്തിലെ ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി സ്ഥിരതാമസമാക്കുന്നതും ക്രിസ്തീയ കുടുംബങ്ങളിലെ ജനനനിരക്ക് കുറയുന്നതും ഇതിന് വലിയ കാരണമാവുന്നുണ്ട്. ക്രിസ്ത്യൻ കുടുംബത്തിലെ ചെറുപ്പക്കാർ മറ്റു രാജ്യങ്ങളിൽ കുടിയേറി അവിടെ സ്ഥിരതാമസമാക്കുമ്പോൾ ക്രിസ്തീയ മതത്തിലെ പുതിയ തലമുറ ഉണ്ടാവുന്നില്ല എന്ന് തന്നെ ഒരർത്ഥത്തിൽ പറയേണ്ടി വരും. ഇന്ന് ക്രിസ്തീയ കുടുംബങ്ങൾ കൂടുതൽ താമസിക്കുന്ന കോട്ടയം ജില്ലയുടെയും ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ പോലുള്ള പ്രദേശങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതുമല്ലെങ്കിൽ പ്രായമുള്ളവർ മാത്രം അവിടെ താമസിക്കുന്നതായിട്ട് കാണപ്പെടും. പുതിയ തലമുറ ക്രിസ്തീയ മതവിശ്വാസികൾക്കിടയിൽ കുറയുന്നു എന്നാണ് കാണപ്പെടുന്നത്. സാമുദായികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ഇന്ന് മുസ്ലിം സമുദായം വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രവാസികളുടെ പണം. കേരളത്തിൽ മുസ്ലിം വിഭാഗത്തിൽ ഏതാണ്ട് 40%-ഓളം പ്രവാസികളാണുള്ളത്. മറ്റു സമുദായങ്ങളിൽ ഇത് വളരെ കുറവുമാണ്. മറ്റു സമുദായങ്ങളിൽ ജനനനിരക്ക് കുറയുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായും വളരെ കുറവ് അവിടെ നേരിടുന്നുണ്ട്. മലബാർ മേഖലകളിൽ വരുന്ന മാറ്റം അതിന് ഉദാഹരണമാണ്. മലബാർ മേഖലയിൽ
പ്രവാസികളുടെ പണമൊഴുക്ക് കൂടുന്നത് അനുസരിച്ച് തന്നെ ആ നാട്ടിലെ ബിസിനസ്സും അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് പോലുള്ള മറ്റ് ബിസിനസ്സുകളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ മറ്റു മതവിശ്വാസികൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് പോലുള്ള ബിസിനസ്സുകൾ വളരെ താഴെ പോവുകയും അവിടെ വികസന മുരടിപ്പ് നിലനിൽക്കുന്നതായിട്ടും കാണുവാൻ കഴിയുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് പണമുണ്ടാക്കി ആ പണം കേരളത്തിലേക്ക് എത്തിച്ച് നല്ല വീടുകളും ബിസിനസ്സും വലിയ വസ്തുക്കളൊക്കെ മേടിച്ച് മുസ്ലിങ്ങൾ അവർ കേരളത്തിൽ തന്നെ സെറ്റിലാകുമ്പോൾ മറ്റു മതത്തിലെ ആളുകൾ, പ്രത്യേകിച്ചും ക്രിസ്തു മതത്തിലേക്ക് ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ ജോലി ചെയ്ത് അവിടെ തന്നെ വീട് മേടിച്ച് അവിടെ തന്നെ സെറ്റിലാവുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതുകൊണ്ട് തന്നെ മുസ്ലിം മതവിഭാഗം കേരളത്തിൽ ശക്തി പ്രാപിക്കുകയും ഹിന്ദുമതവും ക്രിസ്തുമതവും ഒക്കെ കേരളത്തിൽ ക്ഷയിക്കുകയുമാണ്. ലോകത്ത് ഇസ്ലാം മതം വളരുന്നതോടൊപ്പം തന്നെ കേരളത്തിലും വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ 1-ാം സ്ഥാനത്തേക്കുന്ന ഹിന്ദുമതം 2-ാം സ്ഥാനത്തേക്ക് പോകുവാൻ വലിയ താമസം ഇല്ല എന്നാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്.